പാക്കരോ ഞാൻ നോക്കിയിട്ടെ കുഴപ്പമൊന്നും കാണുന്നില്ല. എൻ്റെ ഗിരി, നിനക്ക് നോക്കിയിട്ട് വല്ലതും മനസ്സിലാവണ്ട. മനുഷ്യനിവിടെ ഈ സെഡ് പോലെ കിടക്കുമ്പോഴവരുടെ ഡോക്ടർ കളി നീ അവിടെ വെച്ചത്. മാമന് വയ്യാതിരിക്കുന്നതല്ലേ, ഇപ്പൊ എങ്ങനെ കളിക്കാനാ? മോനെ, മാമനി കട്ടലുമെന്നൊന്ന് എണീറ്റോട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് വേണേലും കളിക്കാം. ആദ്യം മോനെ നമുക്ക് കുഞ്ഞുവായനെ കാണണ്ടേ? ആ അപ്പുറത്തുണ്ട്, വാ. എടാ ശരിക്കും എന്താ സംഭവിച്ചത്? എടാ, രാത്രി ഞാൻ സ്റ്റുഡിയോ പൂട്ടിയിട്ട് വരുമായിരുന്നു. ഒരു 11-11:30 കാണും. നമ്മുടെ ഇല്ലിക്ക ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കും ഒരു കാറിന്റെ ഹോൺ. ഞാൻ സൈഡ് ഒതുക്കി കൊടുത്തു, പക്ഷെ അവൻ പുറകിൽ നിന്ന് ഇടിക്കടാ. അവൻ എടാ വേറെ അർജുൻ. അവനെന്തിനാ നിന്നെ വണ്ടിടിക്കേണ്ട കാര്യം? എടാ, നിങ്ങളോടുള്ള ദേഷ്യത്തിൽ കുറച്ച് എന്നോടും കാണൂലേ. അവന് അവസരം കിട്ടിയപ്പോ പണിതാടാ. നീ അവനെ കണ്ടാ? അതില്ല, ഞാൻ അവനെ പറ്റി അന്വേഷിച്ചതാ. അവൻ നാട് വിട്ടു പോയെന്നാ പറഞ്ഞേട്ടെ. എന്തായാലും നാട്ടുകാരൊക്കെ കൂടി എന്നെ ആശുപത്രിയിൽ എത്തിച്ച്. പിന്നെ ഹോസ്പിറ്റലുകാരെ നല്ല സഹാരണമായതുകൊണ്ടിട്ടേ പൈസ നല്ലോണം പൊട്ടി. അപ്പൊ നീ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലേ? ആ ബെസ്റ്റ്. എടാ അതൊക്കെ എടുത്തു വെക്കണ്ടേ? എടാ അതുപോലെ എമർജൻസി വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും നിനക്ക് ബില്ല് വന്നേക്കാം. അത് മതി നമ്മുടെയൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് തകരാൻ. പിന്നെ എത്രയൊക്കെ ഹെൽത്തി എന്ന് പറഞ്ഞാലും എന്താ എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല. എടേ, ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാസാമാസം നല്ലൊരു തുക അടക്കണ്ടേ? ഏയ് അത്രയ്ക്കൊന്നും ഇല്ലടാ. പിന്നെ നീ പോളിസി ബസാറിൽ നോക്ക്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 400-500 രൂപ മുതൽ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങളും കോടികളും വരെ നമുക്ക് കവറേജ് കിട്ടും. ഇത് ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിൽ 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഇനി ഇതുകൂടാതെ ഹോസ്പിറ്റലിലെ പേപ്പർ വർക്കും ക്ലെയിമിങ്ങും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് മാനേജറുടെ അസിസ്റ്റൻസും ഉണ്ട്. വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉള്ളത്? മിക്ക പ്ലാനുകൾക്കും ഡയബറ്റീസ്, തൈറോയിഡ്, BP, ആസ്മ തുടങ്ങിയ അസുഖങ്ങൾക്ക് ആദ്യ ദിവസം മുതൽ തന്നെ കവറേജ് കിട്ടും. പോളിസി ബസാറിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പ്ലാനുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് നമുക്ക് ഫാമിലിക്ക് ഏതാണ് സ്യൂട്ടബിൾ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം GST ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല, നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇതൊക്കെ പണ്ട് അറിയുന്നതല്ലേ, ഞാൻ പുലിയല്ലടാ. പിന്നെ പുലി കഴിഞ്ഞ ദിവസം എണിപ്പുറത്തുനിന്ന് വീണായിരുന്നു. അപ്പോഴാ പോയി ഇൻഷുറൻസ് എടുത്തേ. അതും ഞാൻ വഴക്ക് പറഞ്ഞിട്ട്. അല്ല അത് ഞാൻ അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കായിരുന്നു. അതെ. ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത്. ലിങ്ക് ബയോയിലുണ്ട്. ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യൂ.